നമസ്കാരം. നമ്മുടെ രാജകുമാരൻ വീണ്ടും ഈ EVM-നെതിരെ പ്രസ്താവനകളുമായി വന്നിരിക്കുകയാണ്. ഇലോൺ മസ്ക് പോർട്ടറീക്കോയിൽ നടന്ന ഇലക്ഷനിൽ EVM ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അവിടെയുള്ള EVM-നെ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ച് OTP കൊടുത്ത് മാൽ പ്രാക്ടീസ് നടത്താൻ പറ്റുമെന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. അതുപോലെയാണ് EVM-കളെല്ലാം എന്നാണ് മസ്കിന്റെ അഭിപ്രായം. രാജീവ് ചന്ദ്രശേഖർ, മുൻ IT സഹമന്ത്രി, അതിന് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് മസ്കിന്. ഇന്ത്യയിലെ EVM-കൾ ഇലോൺ മസ്കിന് പരിചയമില്ല, ഒരു ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഞങ്ങൾ എടുത്തു തരാം എന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായ മറുപടിയാണ്. ഈ EVM എന്താണെന്ന് ഇലോൺ മസ്കിന് അറിയില്ല. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംശയം മാറും എന്ന രീതിയിൽ തന്നെയാണ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഇലോൺ മസ്കിനോട് ചേർന്ന് അദ്ദേഹം പ്രകടിപ്പിച്ച സംശയങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് കറക്റ്റാണെന്നും പറഞ്ഞൊരു പ്രസ്താവനയുമായി വന്നു. നേരത്തെ തന്നെ സംശയമുണ്ട് ഞങ്ങൾക്ക്, ഇവിടുത്തെ EVM-കളെല്ലാം പരാജയമാണ്, അതിൽ മാൽ പ്രാക്ടീസ് നടത്താൻ പറ്റും എന്നൊരു പ്രസ്താവനയുമായിട്ടാണ് രാഹുൽ ഗാന്ധി വന്നത്. ഇതിനെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ ശരിയായിട്ടുള്ള സ്വഭാവമാണ് കാണുന്നത്. കോൺഗ്രസ്സുകാരെന്ന് പറയുമ്പോൾ ആ രാജകുടുംബാംഗങ്ങളാണല്ലോ അവർക്കിടെ ചില രീതികൾ, അതായത് സായിപ്പിനെ എവിടെ താങ്ങാനും അവർ തയ്യാറാണ്. സായിപ്പിന്റെ ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവിൽ കൂടുതലൊന്നും ഇന്ത്യക്കാർക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ. അത്രയത്തിനൊക്കെ കൊള്ളാവുള്ളൂ ഇന്ത്യക്കാരെ. അവർ ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുക്കും, അതിനൊക്കെ വളരെ മിടുക്കന്മാരാണ്. പക്ഷെ നേതാക്കന്മാർ ബൂട്ട് വേണമെങ്കിൽ നക്കി കൊടുക്കും സായിപ്പിന്റെ ആകുമ്പോൾ. ആ ക്വാളിറ്റി അവർ കാണിക്കുന്നു. ഉത്തരേന്ത്യക്കാർ പപ്പു എന്ന് വിളിക്കുന്ന ഈ രാഹുൽ ഗാന്ധിക്ക് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ത്യ രാജ്യത്തെ കുറിച്ചോ ഇന്ത്യ രാജ്യത്തിന് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ എന്താണെന്നോ മനസ്സിലാക്കാത്ത കഴുതയാണ് ശരിക്കും ഈ പപ്പു എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി എന്ന് ആർക്കും വ്യക്തമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രസ്താവനകളുമായിട്ട് അദ്ദേഹം വരുന്നത്. സായിപ്പ് എന്ത് പറഞ്ഞാലും പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അയാൾ എല്ലാം ശരിയായിരിക്കും. അയാളെ സപ്പോർട്ട് ചെയ്തേക്കുക, അയാളുടെ തുണ്ടിലാൻ കൊടുക്കുകയോ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അയാളെ പ്രീതിപ്പെടുത്തുക. പിന്നെ അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി. ആ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. ജോർജ് സോറസിന്റെ ഫണ്ട് ഉപയോഗിക്കാനും, ജോർജ് സോറസിന്റെ പെങ്ങളെ അമ്മൂമ്മ വകയിലൊരു അമ്മൂമ്മയാണല്ലോ, ആ അമ്മൂമ്മയുടെ സഹായം തേടാനും ഒക്കെ ഇന്ത്യയിലെ ഇലക്ഷൻ ജയിക്കാൻ സഹായം തേടുകയൊക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമാണിതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവില്ല. ഇവിടുത്തെ നീതിപീഠവും രാഷ്ട്രീയ പാർട്ടികളും വിദേശത്തെ ടെക്നോളജിസ്റ്റുകളും എല്ലാവരും വന്നിരുന്ന് പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷൻ അവർക്ക് എന്ത് പ്രതിഫലവും നൽകും, ഇതൊന്ന് മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്തു തന്നാൽ എന്ന് പറഞ്ഞിട്ട് ഒന്നിനും പങ്കെടുക്കാതെ അല്ലെങ്കിൽ ഒന്നിനും കഴിയാതെ പരാജയപ്പെട്ട സംവിധാനമാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്. എന്നിട്ട് അവർ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും സായിപ്പ് അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് താങ്ങുകയാണ്. നാണക്കേട്. ഇതിലും വല്ലതും വരാനുണ്ടോ നാണം കേട്ട്? ഇന്ത്യയിലെ കഴുതകളായിട്ടുള്ള അല്ലെങ്കിൽ അറിവില്ലാത്ത കുറെ ജനത്തിന് ബോണ്ട് നൽകുക, 1 ലക്ഷം രൂപ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ തരുമെന്നും പറഞ്ഞു ബോണ്ട്, ഇങ്ങനെയൊക്കെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അതിന് പറയുക? എന്നിട്ട് വാചകം അടിക്കുന്നതോ ഇന്ത്യയുടെ മഹാഭാഗ്യം വന്നു വിട്ടതാണ്
ഇത്തവണ. മൂന്നാമതും മോദി തന്നെ വന്നില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴുതനെയൊക്കെ ചുമക്കേണ്ട അവസ്ഥ ഇന്ത്യക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗതി എന്താവും? ആരും അത് കൃത്യമായി ആലോചിക്കുന്നില്ല. അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ട്. അവരുടെ എല്ലാവരുടെയും മനോഭാവം ഇത് തന്നെയാണ്, സായിപ്പിന്റെ മൂടുതാങ്ങൽ. ആ മനോഭാവം ഇനിയും മാറിയിട്ടില്ല. 75 വർഷം കഴിഞ്ഞു പോയി നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട്. എന്തു പറയാൻ പറ്റും? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ മനുഷ്യൻ നൽകിയ ആ ഉത്തരവുണ്ടല്ലോ, അതിലും നല്ല ഉത്തരം നൽകാനേ ആവില്ല. മസ്കിനൊരു ട്യൂട്ടോറിയൽ ഞങ്ങൾ കൊടുത്താൽ അത് കൃത്യമായി അങ്ങേർക്ക് മനസ്സിലാവുമെന്ന് പറയാനുള്ള കപ്പാസിറ്റിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങളുടെ സംവിധാനത്തിൽ ഇത് 1ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇതുപോലെ ശക്തമായ ഒരു മെഷീൻ ഉണ്ടാക്കിയെടുത്തത് വേറെ ഒരു സ്ഥലത്തും സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നടത്തിയിട്ടില്ല. ഡിജിറ്റൽ ഇന്ത്യ വന്നു. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇതുപോലെ സംവിധാനം വന്നോ? അത് പരാജയമാണെന്ന് പറഞ്ഞാലോ? ഓരോ മൊബൈലിൽ നിന്ന് ഏതവനും ഇപ്പൊ പേ ചെയ്യാവുന്ന ഒരവസ്ഥ വേറെ ഏത് രാജ്യത്ത് വന്നിട്ടുണ്ട്? ടെക്നോളജി വളരുമ്പോൾ ഇന്ത്യക്കാർ പുറകിലേക്ക് പോകണമെന്നാണോ നമ്മുടെ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? അവരൊക്കെ വളരട്ടെ, നമുക്ക് പതുക്കെ അവരുടെ പുറകെ അങ്ങനെ നടക്കാം എന്നുദ്ദേശിക്കുന്നു. കോൺഗ്രസ് ഒക്കെ ഏത് കാലത്ത് രക്ഷപ്പെടുമെന്നാണ് ഈ പറയുന്നത്? ചിന്താഗതികൾ മാറണം. ഇന്ത്യ 1ാം സ്ഥാനത്ത് ഫസ്റ്റാണ് ചില കാര്യങ്ങളിൽ എന്നുള്ളതിന് ഒരു സംശയമില്ല. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നെങ്കിലും രാഹുൽ ഗാന്ധി ഒന്ന് പഠിപ്പിക്കണം. ഞാൻ നേരത്തെ പറയും പോലെ അറ്റകൈ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സഹായം എന്ന് പറയുന്നത് മഹാഭാരതം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വ്യാസന്റെ മഹാഭാരതം. അതൊന്ന് പഠിപ്പിക്കണം അദ്ദേഹത്തെ. അതൊന്ന് വായിച്ച് കേൾപ്പിക്കണം. അതിന്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കണം. അർത്ഥം മനസ്സിലാവൂലല്ലോ, പപ്പുവിന് അതിനുള്ള യോഗ്യതയുള്ളൂ. അപ്പൊ പിന്നെ അർത്ഥം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ഒരു പഠിപ്പിക്കുക എന്ന് തന്നെ വേണം. അങ്ങനെ ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏകദേശം ഇന്ത്യയുടെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കി കിട്ടും. അല്ലാതെ രക്ഷപ്പെടില്ല. താങ്ക് യു. വീണ്ടും കാണാം.